സങ്കീർത്തനം 14 അധ്യായം 14 2 മുതലുള്ള തിരുവാക്യങ്ങൾ. കർത്താവ് സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. ദൈവത്തെ തേടുന്ന വിവേകികളുണ്ടോ എന്ന് അവിടുന്ന് ആരായുന്നു. എല്ലാവരും വഴിതെറ്റി ഒന്നുപോലെ ദുഷിച്ചുപോയി. നന്മ ചെയ്യുന്നവനില്ല, ഒരുവൻ പോലുമില്ല. ശാന്തമായി നമുക്കിരിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം എപ്പോഴും നമ്മെ നോക്കുന്നു, ശ്രദ്ധിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നോക്കുന്നു എന്ന് പറയുന്നത്. സ്നേഹിക്കുന്ന അമ്മ, കുഞ്ഞിനെ സ്നേഹിക്കുന്ന അമ്മ എപ്പോഴും കുഞ്ഞിനെ ശ്രദ്ധിക്കുന്നു. എന്ത് ജോലി ചെയ്യുമ്പോഴും കുഞ്ഞിൻ്റെ സ്വരം ശ്രദ്ധിക്കും. എന്തെങ്കിലും അപാകത കണ്ടാൽ പെട്ടെന്ന് ഓടിയെത്തും. അമ്മയ്ക്കറിയാം കുഞ്ഞിൻ്റെ സ്വരത്തിൻ്റെ ഭാവഭേദങ്ങളും വ്യത്യാസങ്ങളും. ദൈവം ഇതുപോലെ മനുഷ്യ മക്കളെ നോക്കുന്നുണ്ട്. അത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നോക്കാതിരിക്കാൻ പറ്റില്ല. ദൈവം ആദത്തെ നോക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദൈവം ആദം വഴിതെറ്റിപ്പോയപ്പോൾ, ദൈവത്തിൻ്റെ വഴി വിട്ടു പോയപ്പോൾ, സാത്താൻ്റെ വഴിയിലേക്ക് പോയപ്പോൾ ആദം എന്ന് വിളിച്ചുകൊണ്ട് ദൈവം ഓടി വരികയാണ്. നാം കാണുക, ദൈവം ഓടി വരികയാണ് ആദം എന്ന് വിളിച്ചുകൊണ്ട്. ആദം നീ എവിടെ എന്ന് വിളിച്ചുകൊണ്ട്. അതേ ദൈവം തന്നെ നമ്മൾ കാണുന്നുണ്ട്. കായേനോട് ചോദിക്കുകയാണ്, കായേൻ നിന്റെ സഹോദരൻ ആബേൽ എവിടെയെന്ന്. ആബേലിൻ്റെ കാര്യത്തിൽ എന്തുമാത്രം ശ്രദ്ധയാണ് ദൈവത്തിനുള്ളത്, അതുപോലെ കായേൻ്റെ കാര്യത്തിലും അവനെ താക്കീത് കൊടുത്ത്, അവനെ മുൻകരുതൽ കൊടുത്ത്, പാപം നിന്നെ കീഴടക്കാതിരിക്കാൻ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് അവനെ രക്ഷിക്കാൻ ശ്രമിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. മുൾപ്പടർപ്പിൽ വെച്ച്, കത്തുന്ന മുൾപ്പടർപ്പിൽ വെച്ച് ദൈവം വിളിച്ചു, മോശെ മോശെ എന്ന് വിളിച്ചു. മോശ വിളി കേട്ടു. എന്തോ എന്നായിരിക്കോ? നമ്മൾ എന്തോ എന്ന് വിളി കേൾക്കുന്നത് മനോഹരമായ ഒരു പ്രത്യുത്തരമാണ്. ഇതാ ഞാൻ എന്നാണ് മോശ വിളി കേട്ടതായിട്ട് നമ്മൾ കാണുന്നത്. അത് ആ ഭാഷയിൽ എന്തോ എന്ന് പറയുന്നതിന് തുല്യമായിരിക്കും. ബാലനായ സാമുവേലിനെ ദൈവം വിളിക്കുന്നു. പുരോഹിതനായ ഹേലിയോടൊപ്പം ദേവാലയത്തിൻ്റെ പവിത്രമായ അന്തരീക്ഷത്തിൽ കഴിഞ്ഞുകൂടിയ കുഞ്ഞ് സാമുവേലിനെ ദൈവം വിളിക്കുകയാണ്, സാമുവേൽ സാമുവേൽ. അപ്പോൾ ആദ്യം മനസ്സിലായില്ല. പിന്നീട് ഹേലിയുടെ സഹായത്തോടു കൂടി സാമുവേൽ മറുപടി പറഞ്ഞു, ഇതാ ഞാൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ദൈവം ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈശോ ഈ ഭൂമിയിൽ ഇറങ്ങി വന്നിട്ടും ഈ വിളി തുടരുകയാണ്. പഞ്ചേന്ദ്രിയങ്ങൾക്ക് ഗോചരമാകത്തക്ക രീതിയിൽ നമ്മുടെ കൺമുമ്പിൽ നിന്നുകൊണ്ട്, ചരിത്രത്തിൽ നിന്നുകൊണ്ട്, ചരിത്രത്തിൻ്റെ നടുമുറ്റത്ത് നിന്നുകൊണ്ട് ഈശോ വിളിച്ചു. പത്രോസെ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ ശിമയോൻ എന്ന് വിളിച്ചു. യോഹന്നാൻ എന്നോടൊപ്പം വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. സഖായി വേഗം ഇറങ്ങി വരിക എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ മനുഷ്യനെ വിളിച്ചുകൊണ്ട് പുറകെ നടക്കുന്ന, വിട്ടുമാറാതെ പുറകെ നടക്കുന്ന സ്നേഹം തന്നെയായ ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് നാം വിശുദ്ധ ബൈബിളിലുടനീളം കാണുന്നത്. അത്രമാത്രം ദൈവത്തിന് മനുഷ്യനെ പരിഗണിക്കാതിരിക്കാൻ പറ്റില്ല. അത്രമാത്രം മനുഷ്യൻ ദൈവത്തിന് അമൂല്യനും പ്രിയങ്കരനുമാണ്. അത്രമാത്രം വിലയുള്ളവനാണ്, സ്വർഗത്തോളം വിലയുള്ളവനാണ്. നമ്മളിന്ന് ചില സാധനങ്ങളൊക്കെ മേടിക്കും. ഒരു പേന ആയിക്കോട്ടെ, പണ്ടൊക്കെ ആണെങ്കിൽ വീണ്ടും അത് തുടച്ച് വീണ്ടും തുറന്ന് മഷി ഒഴിച്ച് എഴുതുമായിരുന്നു. ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോൾ ഉപയോഗം കഴിയുമ്പോൾ എറിഞ്ഞു കളയാണ്. ദൈവം ഒരിക്കലും അങ്ങനെയല്ല. രോഗിയായതുകൊണ്ട് എറിഞ്ഞു കളയുന്നവനല്ല, വാർദ്ധക്യം ബാധിച്ചുകൊണ്ട് എറിഞ്ഞു കളയുന്നവനല്ല, പാപത്തിൽ വീണുപോയതുകൊണ്ടും ദൈവം ഒരിക്കലും ഒരു മനുഷ്യനെ അവഗണിച്ച് കടന്നു പോകുന്നവനല്ല. നമുക്കറിയാം, ഒരു 100 രൂപ നോട്ട്, ഒരു കറൻസി നോട്ട് നമ്മുടെ കയ്യിലുണ്ടെന്നിരിക്കട്ടെ. അത് ചെളിയിൽ വീണുപോയി എന്ന കാരണത്താൽ അതിൻ്റെ മൂല്യം കുറയുമോ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കുറയുമോ? കുറയില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനെ വീണ്ടും എടുത്ത് കഴുകി തുടച്ച് വീഴാത്തതിൻ്റെ ഒപ്പം ഇരുത്തുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും എന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ കുഞ്ഞുമക്കളെ, പോരാ, സ്വരം പോരാ. ഈശോയുടെ കുഞ്ഞുമക്കളെ, പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് ദൈവമായ കർത്താവ് പാപം ചെയ്തു എന്ന കാരണത്താൽ ഒരു വ്യക്തിയെ ഉപേക്ഷിച്ച് കടന്നു പോവുകയില്ല. സ്വർഗത്തോളം വിലയുള്ള, നിത്യകാലം ദൈവത്തിനൊപ്പം ഇരിക്കേണ്ടവനാണ് അവൻ.
ദൈവത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരേണ്ട ഒരാളാണ് ഒരു മനുഷ്യൻ. അതുകൊണ്ട് ഒരിക്കലും അവിടെ നിന്ന് ഇട്ടിട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യനെ തേടി ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നത്. എന്താണ് ഇറങ്ങി വരാൻ കാരണം? ദൈവം നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം ഇതാണ്. നമ്മളിപ്പോൾ വായിച്ചു കേട്ടു, ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു. അപ്പോൾ എന്താണ് കാണുന്നത്? അവിടുന്ന് കാണുന്നത് എല്ലാവരും വഴിതെറ്റി ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുന്നു. ദൈവം എന്ന ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുകയാണ്. സുഖത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് പോയിരിക്കുന്നു, സമ്പത്തിൻ്റെ ലക്ഷ്യം നോക്കി പോയിരിക്കുന്നു, ജഡിക സുഖങ്ങളുടെ പിന്നാലെ പോയിരിക്കുന്നു, അധികാരങ്ങളുടെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു, സമ്പത്തിൻ്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാവരും ദൈവം എന്ന ലക്ഷ്യം തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനത്തിനും കൺവെൻഷനൊക്കെ വരുന്നവർ പോലും ലക്ഷ്യം തെറ്റി വരുന്നവരാണ്. അവർക്ക് ദൈവത്തെ കിട്ടണമെന്ന് ആരും പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. വല്ലവരുമൊക്കെ വല്ലപ്പോഴും പറയും, അച്ഛാ ആത്മീയതയിൽ ഉണരാൻ ആഗ്രഹിക്കുന്നു, ആത്മീയ സന്തോഷം കൊണ്ട് നിറയാൻ ആഗ്രഹിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു, എങ്ങനെയൊക്കെ പറയുന്ന കുറച്ച് പേരൊക്കെ വല്ലപ്പോഴൊക്കെ കാണാം. എന്നാൽ സാധാരണ വരുന്നവരൊക്കെ എന്താ, എൻ്റെ ബിസിനസ് തകർന്നിരിക്കുന്നു, അതൊന്ന് നേരെയാക്കാനായിട്ട് എന്താണ് മാർഗം? എൻ്റെ മക്കൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, അവർ പഠിച്ച് മിടുക്കരായി വന്നതായിരുന്നു, പക്ഷെ ഇപ്പോൾ ഒരു പ്രശ്നം, അതൊന്ന് നേരെയാക്കാൻ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ഈ രീതിയിൽ, മകളുടെ കല്യാണം നടക്കുന്നില്ല, അതുകൊണ്ട് അതൊന്ന് ശരിപ്പെടുത്താൻ എന്താണ് മാർഗം? അപ്പം ദൈവത്തെ സ്വന്തമാക്കുക, ദൈവത്തെ ലക്ഷ്യം വെച്ച് ജീവിക്കുക എന്നതിനേക്കാൾ ഈ ലോകത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ഈ ലോക ജീവിതം തീർക്കുന്ന ദയനീയമായ അവസ്ഥയാണ് ദൈവം മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. ഈ ലക്ഷ്യത്തിലേക്ക് അവനെ തിരിച്ചു കൊണ്ടുവരണം. അതിനുവേണ്ടിയാണ്. പ്രിയമുള്ളവരെ, ദൈവം ഭൂമിയിൽ മനുഷ്യമക്കളെ നോക്കിയപ്പോൾ കാണുന്നത് എല്ലാവരും പാപികളാണെന്നാണ്. എന്താണ് പാപികളാണെന്ന് പറഞ്ഞ അർത്ഥം? കേട്ട് മടുത്ത ഒരു വാക്കായിരിക്കാം അത്. പക്ഷേ പാപികളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവചൈതന്യം തീരെ ഇല്ലാത്തവർ, നഷ്ടപ്പെട്ടവർ, കുറഞ്ഞവർ, ദൈവചൈതന്യത്തിൻ്റെ കാര്യത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെന്നൊക്കെ അർത്ഥം. അതുകൊണ്ട് പാപം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു പ്രവൃത്തി ചെയ്യുന്നു എന്നതിനേക്കാൾ നമ്മളിൽ, നമ്മുടെ ആത്മാവിൽ ദൈവിക ജീവൻ തീരെ ഇല്ലാതിരിക്കുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് ഈശോ പറഞ്ഞത്, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ എന്ത് പ്രയോജനം? ലോകം മുഴുവൻ നേടുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുത്താലും, സമ്പത്തും സ്ഥാനമാനങ്ങളും നല്ല ഭവനവും ജീവിത സൗകര്യങ്ങളും വിദ്യാഭ്യാസവും അധികാരവും എന്തെല്ലാം നേടിയെടുത്താലും നിന്റെ ആത്മാവിൽ നിത്യജീവനില്ലെങ്കിൽ, എന്തിനു വേണ്ടി ഈശോ ഈ ഭൂമിയിൽ വന്നോ ആ നിത്യജീവൻ നീ ഇനിയും സ്വീകരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ജീവിതം എത്ര ഭയാനകമായ ഒരു അന്ത്യത്തിലേക്കാണ് നീങ്ങുന്നത് എന്ന വലിയ സത്യമാണ്. അപ്പോൾ ദൈവം കണ്ട ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് സാധാരണ കാഴ്ചയല്ല, അകം പുറം കാണുന്ന കാഴ്ചയാണ്. ഒറ്റ നോട്ടത്തിൽ അവിടുന്ന് എല്ലാം കാണുകയാണ്. അങ്ങനെ കാണുന്ന ദൈവം പറയുകയാണ് സകലരും പാപികളാണെന്ന്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ദൈവകൃപയില്ലാതെ ജീവിക്കുകയാണ്. ദൈവകൃപയില്ലാതെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് നമ്മുടെ ദുഃഖം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു രോഗം വന്നാൽ രോഗത്തിൻ്റെതായ ലക്ഷണങ്ങളുണ്ടാകും. ഡോക്ടർ ഈ ലക്ഷണങ്ങൾ നോക്കിയിട്ടാണ് രോഗം എന്താണെന്ന് നിർണ്ണയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു വ്യക്തിയിൽ ദൈവചൈതന്യമില്ലെങ്കിൽ, വരപ്രസാദമില്ലെങ്കിൽ ആ വ്യക്തിക്ക് പാപകരമായ പ്രവൃത്തിയോട് താല്പര്യമുണ്ടാകും. ദൈവം അരുത് എന്ന് പറഞ്ഞ് വിലക്കിയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടാകും. അത് വേറൊരു കാര്യം. പ്രാർത്ഥനയോട് താല്പര്യം കുറവായിരിക്കും, വചനം വായിക്കുന്നവനോട് താല്പര്യം കുറവായിരിക്കും, ദൈവകാര്യങ്ങളിൽ ഇടപെടുന്നതിൽ താല്പര്യം ഉണ്ടാവുകയില്ല, സ്വന്തം കാര്യങ്ങളിലായിരിക്കും ആ വ്യക്തിക്ക് താല്പര്യം. ഏറ്റവും പ്രകടമായ മറ്റൊരു തെളിവ്, ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദുഃഖം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റാണ്. ആ വാക്ക് വളരെ അർത്ഥവത്തായതുകൊണ്ട് ഞാൻ പറയണം. ഒരു ബൈ പ്രോഡക്റ്റാണ്. പാപത്തിൻ്റെ അനന്തര ഫലമാണ്, പാപത്തിൻ്റെ ദുരന്ത ഫലമാണ്. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ദുഃഖം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ബൈ പ്രോഡക്റ്റാണ്, അല്ലെങ്കിൽ ഒരു ദുരന്ത ഫലമാണ്. നിരാശ എന്ന് പറയുന്നത്, ഉത്കണ്ഠ എന്ന് പറയുന്നത്, ആകുലത എന്ന് പറയുന്നത്, ഭയം എന്ന് പറയുന്നത്, വെറുപ്പ് എന്ന് പറയുന്നത്, എല്ലാ വിപരീത വികാരങ്ങളും ദൈവചൈതന്യം ഇല്ല എന്നുള്ളതിൻ്റെ വളരെ സ്പഷ്ടവും നഗ്നവുമായ അടയാളങ്ങളാണ്. ഈ അടയാളങ്ങളെല്ലാം നമ്മൾ ആവാഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേറിക്കൊണ്ട് നടക്കുമ്പോഴും പാപമില്ല എന്ന് നമ്മൾ കരുതുന്നെങ്കിൽ ദൈവത്തെ നാം നുണയനാക്കുകയാണെന്ന് പൗലോസ്ലീഹ പറയുന്നത് ഓർത്ത് നോക്കുക. നമ്മളിൽ പാപമില്ലെന്ന് പറഞ്ഞാൽ ദൈവത്തെ നുണയനാക്കുകയാണ് എന്ന് സ്ലീഹ പറയുന്നു.
പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ഒരു സത്യം തിരിച്ചറിയണം. നമ്മളിൽ പാപാവസ്ഥയുണ്ട്. പാപം ചെയ്യുന്നില്ലാത്ത ഒരാളിൽ പോലും, ദൈവത്തിൻ്റെ കൽപ്പനകളോ പ്രമാണങ്ങളോ ലംഘിക്കുന്നില്ലെങ്കിൽ പോലും ഒരു വ്യക്തിയിൽ പാപാവസ്ഥയുണ്ട്. പാപാവസ്ഥയുള്ളതുകൊണ്ടാണ് ആ വ്യക്തി തീർച്ചയായിട്ടും ദുഃഖിതനാകുന്നത്, നിരാശനാകുന്നത്, കലഹിക്കുന്നവനാകുന്നത്, ആ വ്യക്തി ഭയചകിതനാകുന്നത്, ആ വ്യക്തി എല്ലാ തരത്തിലും തളർന്നു പോകുന്നതിന് കാരണം ആ വ്യക്തിയിൽ കൃപയുടെ കുറവാണ്, ദൈവിക ചൈതന്യം ഇല്ലായ്മയാണ്. എന്നെ സപ്പോർട്ട് ചെയ്യാൻ, എന്നെ ഉറപ്പിച്ചു നിർത്താൻ എൻ്റെ കർത്താവ് നിത്യജീവനായവൻ എൻ്റെ കൂടെ ഉണ്ട് എന്ന അനുഭവമുള്ളവർക്ക് എങ്ങനെ ദുഃഖിക്കാൻ പറ്റും? ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ എങ്ങനെ പതറാൻ പറ്റും? എങ്ങനെ നിരാശപ്പെടാൻ പറ്റും? എങ്ങനെ കലഹിക്കാൻ പറ്റും? ദൈവം കൂടെ ഉണ്ടെന്നും എൻ്റെ ആവശ്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് ഉറപ്പുള്ള ഒരാൾക്ക് ഏതാനും പൈസയെ പ്രതി എങ്ങനെ കലഹിക്കാൻ പറ്റും? എങ്ങനെ മറ്റൊരാളെ ഉപദ്രവിക്കാൻ പറ്റും? വെറുക്കാൻ പറ്റും? ഇവിടെ എല്ലാം നമ്മൾ കാണുന്നത് പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ പേറി നടക്കുന്നവരാണ് നമ്മൾ. പക്ഷെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ അത് കണ്ടുവന്ന് വരികയില്ല. പല രോഗങ്ങളും പെട്ടെന്ന് കാണുകയില്ല. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, ഒരു സ്ത്രീയെ വളർത്തു പട്ടി കടിച്ചു. ഈ പട്ടി കടിച്ചപ്പോൾ പലരും ഉപദേശിച്ചു, പട്ടിക്ക് വല്ല വിഷമുണ്ടെങ്കിലോ ഒരു കുത്തിവയ്പ് എടുക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. അവർ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, എൻ്റെ പ്രിയപ്പെട്ട പൊന്നോവനും പട്ടിയാണ്, വീട്ടിനകത്തൂടെ ഓടി നടക്കുന്ന ഒരു പൂഡിൽ ഡോഗാണ്, ഇത് കടിച്ചിട്ട് ഒന്നും പറ്റാനില്ല. അവരവഗണിച്ചു. വീണ്ടും വീണ്ടും പലരും ഉപദേശിച്ചു, ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് ഇത്രയല്ലേ ഉള്ളൂ, ഒന്ന് ചെയ്തുകൂടെ? പക്ഷെ അവർ അത് അംഗീകരിച്ചില്ല, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ നിശ്ചിത സമയം വന്നപ്പോൾ പേ ഇളകുകയും വളരെ ദാരുണമായ രീതിയിൽ കുരച്ചും മാന്തിയും ചാടിയും വായിലൂടെ നൊരയും പതയും പുറപ്പെടുവിച്ചും ആ സ്ത്രീ അതിദാരുണമായി മരണത്തിലേക്ക് വഴുതി ഐസൊലേറ്റ് ചെയ്യേണ്ടി വന്നു. അകലെ മാറി നിന്നുകൊണ്ട് കണ്ണീരോടെ ബന്ധുക്കൾക്കത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കാരണം ആ സാഹചര്യത്തിൽ, ആ ഒരവസ്ഥയിൽ അന്ന് അതിന് മരുന്നില്ല, ഇന്ന് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്രിയപ്പെട്ടവരെ, എത്രയോ ദിവസങ്ങൾ ഈ വിഷം ആ വ്യക്തിയുടെ ശരീരത്തിലുണ്ടായിരുന്നു, പക്ഷെ പ്രകടമായില്ല. ഇതുപോലെയാണ് നമ്മളൊക്കെ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോഴാണ്, ബ്രദർ ബിനോയ് പറഞ്ഞതുപോലെ, ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ എത്രമാത്രം കൃപയുള്ളവരാണെന്ന് തിരിച്ചറിയുന്നത്. ഒരു സ്വർണ്ണ ഉരുപ്പടി എടുത്ത് ഉരച്ചാൽ, സ്വർണ്ണ ഉരുപ്പടിയാണെങ്കിൽ എത്ര ഉരച്ചാലും തിളങ്ങി 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 നിൽക്കും. എന്നാൽ സ്വർണം പൂശിയ ഒരു ഉരുപ്പടിയാണെങ്കിലോ, ഒന്നുരച്ചു രണ്ടുരച്ചു പൂച്ച് പുറത്തു, പൂശിത് കഴിയും, പിന്നെ ചെമ്പോ വെള്ളിയൊക്കെ ആയിരിക്കും വരുന്നത് എന്ന് പറയുന്ന പോലെ നമ്മളൊക്കെ ഒത്തിരി പരിശീലനം കിട്ടിയവരായതുകൊണ്ട്, നല്ല സ്കൂളിലൊക്കെ പഠിച്ചവരായതുകൊണ്ട്, മതാധ്യാപനത്തിലൊക്കെ പങ്കെടുത്തവരായതുകൊണ്ട്, ഒത്തിരി പരിശീലനം കിട്ടിയതുകൊണ്ട് നമ്മുടെ ദുർമോഹങ്ങളെ അടക്കി വെക്കാൻ കുറേയൊക്കെ നമുക്ക് പറ്റും. ആസക്തികളെ അടക്കി വെക്കാൻ പറ്റും, ദേഷ്യത്തെ അടക്കി വെക്കാൻ പറ്റും, അടക്കി നിർത്താൻ പറ്റും, കുറച്ചൊക്കെ പറ്റും. എന്നാൽ പിടിവിട്ട് പോകുന്നതാണ് പിന്നെ കാണുന്നത്. ഒരു പരിധി കഴിയുമ്പോൾ പിടിവിട്ട് പോവുകയാണ്. അതിനർത്ഥം എന്താണ്? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പാപം കുടിയിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തിയെ ഒന്ന് കുത്തിയാൽ, വേദനിപ്പിച്ചാൽ ശാപം പുറത്തു വരുമെങ്കിൽ അതിനർത്ഥം എന്താണ്? ആ വ്യക്തിയുടെ ഉള്ളിൽ ശാപം ഉണ്ടായിട്ടാണ് പുറത്തു വരുന്നത്. ഇത് ദൈവം കാണുന്നു. അതുകൊണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവിക ജീവൻ നിറയണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് കർത്താവായ ഈശോ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഈശോയെ സമീപിക്കണം. ഈശോയെ സമീപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നിത്യജീവന് വേണ്ടി ഈശോയെ സമീപിക്കണം എന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 6-ാം അധ്യായത്തിൽ വളരെ മനോഹരമായൊരു ഭാഗമുണ്ട്. ഈശോ അപ്പം വർദ്ധിപ്പിച്ചു. ആ ജനതയോട് യേശുവിന് അനുകമ്പ തോന്നി. ഇടയിനില്ലാത്ത ആടുകളെ പോലെ അലഞ്ഞു നടന്നവർക്ക് അവിടുന്ന് ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുന്നതോടൊപ്പം അവർക്ക് അപ്പവും വർദ്ധിപ്പിച്ചു കൊടുത്തു. അങ്ങനെ 5 അപ്പം കൊണ്ട് അത്ഭുതം പ്രവർത്തിച്ച് 5000 പുരുഷന്മാർക്കും അതിനനുസരിച്ച് സ്ത്രീകൾക്കും കുട്ടികൾക്കൊക്കെ കൊടുത്തു. അങ്ങനെ അപ്പമൊക്കെ തിന്ന് തൃപ്തരായി പിന്നീട് അവർ വിട്ടുപോയി. പോയി കഴിഞ്ഞപ്പോഴാണ് അവർ അറിയുന്നത് 12 കൊട്ട നിറയെ മിച്ചം വന്നിട്ടുണ്ടെന്ന്. ഈ 12 കൊട്ട നിറയെ മിച്ചം വന്നത് വള്ളത്തിൽ വെച്ച് കൊണ്ടുപോയിരിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഗലീല തടാകത്തിൻ്റെ ഒരു കരയിൽ നിന്ന് മറുകരയിലേക്ക് വെള്ളം പോകുമ്പോൾ ജനം ഓടുകയാണ്. അങ്ങനെ ഓടി, ഒരു തടാകമാണ്, മുട്ടയുടെ ഷേപ്പുള്ള ഒരു തടാകമാണ് ഗലീല തടാകം. ഇങ്ങനെ ഈശോയുടെ
പടവ് അവിടെ ചെല്ലുന്നതിന് മുമ്പ് അവർ ഓടി അവിടെ എത്തി. എന്നിട്ട് അവരങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഈശോ അവിടെ ഇറങ്ങിയപ്പോൾ, പടകിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. 25-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. യേശുവിനെ കടലിൻ്റെ മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു, റബ്ബി, അങ്ങ് എപ്പോൾ ഇവിടെ എത്തി? യേശു പ്രതിവചിച്ചു, ഒരു സത്യം അവരോട് പറഞ്ഞു. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, എന്ന് പറഞ്ഞാൽ ഞാൻ നിത്യജീവൻ നൽകുന്ന ദൈവപുത്രനാണെന്ന്, ഞാൻ രക്ഷിക്കുന്ന ക്രിസ്തുവാണെന്ന്, നിങ്ങളുടെ ആത്മാവിലേക്ക് നിത്യജീവനെ ചൊരിഞ്ഞു തരുന്നവനാണെന്നുള്ളതിൻ്റെ അടയാളമാണ് ഞാൻ കാണിച്ചത്. ഈ അടയാളമായിരുന്നു അപ്പം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു അടയാളം കാണിച്ചു തന്നു, എൻ്റെ പക്കൽ നിത്യജീവൻ്റെ അനശ്വരമായ അപ്പമുണ്ടെന്ന്. ഈ നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിങ്ങളെന്നെ സമീപിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഈശോ പറയാണ്, എന്നാൽ നിങ്ങൾ വന്നതിന് വേണ്ടിയാണ്. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല, ഞാൻ നിത്യജീവൻ നൽകുന്നവനാണെന്നത് അടയാളത്തിലൂടെ ബോധ്യപ്പെടുത്തി പ്രഖ്യാപിച്ചതുകൊണ്ടല്ല, പിന്നെയോ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത്. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും കൈ ഉയർത്തി പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഏറ്റുചൊല്ലുക. നശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പം നമുക്ക് അവിടെ നിന്ന് നിത്യജീവന്റെ അനശ്വരമായ അപ്പം നൽകുകയാണ്. ഈ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ വിശ്വാസം വളരുകയാണ്, വിശ്വാസം ജനിക്കുകയാണ്. ഈ നിത്യജീവൻ കിട്ടണമെന്നുള്ള ആഗ്രഹം നമ്മൾ ജനിക്കുകയാണ്. ഏതൊന്ന് നമുക്ക് ലഭിക്കണമെങ്കിലും അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഒന്ന്, എനിക്കത് അത്രമാത്രം വേണ്ടപ്പെട്ടതാണെന്നൊരു അറിവുണ്ടാകണം. അതോടൊപ്പം തന്നെ എനിക്കത് കിട്ടുമെന്ന ഉറപ്പുണ്ടാകണം. ഇവിടെ ഈശോ പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായിട്ടുണ്ടാകുവാനുമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ആ ജീവൻ ലഭിക്കാൻ വേണ്ടി. അതുകൊണ്ട് നിങ്ങൾക്ക് ജീവൻ ലഭിക്കുക എന്നുള്ളത് എൻ്റെ വരവിൻ്റെ ഉദ്ദേശം അതാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ജീവൻ സ്വീകരിക്കുന്നില്ലെങ്കിൽ ഞാൻ വന്നത് വെറുതെ ആയില്ലേ, ഞാൻ കുരിശിൽ എൻ്റെ ജീവൻ ചൊരിഞ്ഞു തന്നത് വെറുതെ ആയില്ലേ എന്നാണ് അവിടുന്ന് ചോദിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ നിത്യജീവൻ്റെ അനശ്വരമായ അപ്പം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ വചനത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന വിശ്വാസം വഴി ലഭിക്കുന്നതാണ്. നമുക്കതുകൊണ്ട് ഈ രാത്രിയിൽ, ഈ സായാഹ്നത്തിൽ നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മളിപ്പോഴും പാപാവസ്ഥയിൽ തന്നെയാണോ ഇരിക്കുന്നത്? പാപാവസ്ഥയിലാണ് ഇരിക്കുന്നതെന്ന് തിരിച്ചറിയുന്നവരൊക്കെ കർത്താവേ, ഞാൻ പാപിയാണ് എന്ന് ഏറ്റു പറഞ്ഞിരുന്നു. പൗലോസ്ലീഹ, മഹാതീക്ഷ്ണമതിയായ അപ്പസ്തോലൻ പറഞ്ഞു, പാപികളിൽ ഒന്നാമനാണ് ഞാൻ. എന്താണ് പാപികളിൽ ഒന്നാമനാണെന്ന് പൗലോസ് പറയാൻ കാരണം? അതിന് കാരണം പറയാം. അതുപോലെ തന്നെ രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഫ്രാൻസിസ് അസീസി ലോകത്തോട് മുഴുവനും പ്രഖ്യാപിച്ചു, ഞാനൊരു മഹാപാപിയാണെന്ന്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രത്തിൽ വായിച്ചത് കുറച്ചു പേർക്കെങ്കിലും അറിയാമായിരിക്കും. അദ്ദേഹം ഇങ്ങനെ ഒരു സഹോദരനൊത്ത് നടന്നു പോകുമ്പോൾ ഒരു പിടികിട്ടാ പുള്ളിയെ, കുപ്രസിദ്ധനായ ഒരു ക്രിമിനലിനെ, ഒരു നൊട്ടോറിയസ് ക്രിമിനൽ, ഒരിക്കലും പോലീസുകാർക്ക് പിടികൊടുക്കാതെ ഭീകരപ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, അങ്ങനെ പോലീസ് അവനെ കീഴടക്കി പിടിച്ച് അവനെ വിലങ്ങ് വെച്ച് കൊണ്ടിരുന്ന കാഴ്ചയാണ് നമ്മുടെ ഫ്രാൻസിസ് പിതാവ് കാണുന്നത്. ഇത് കണ്ട് അദ്ദേഹത്തിന് സഹിച്ചില്ല. അദ്ദേഹം മാറി നിന്ന് തേങ്ങി കരഞ്ഞു. ഇങ്ങനെ മാറി നിന്ന് തേങ്ങി കരയുന്നത് കണ്ടപ്പോൾ കൂട്ടുകാരൻ ചോദിച്ചു, ഒരു സഹോദരൻ, ഒരു തുണ സഹോദരൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ചോദിച്ചു, പിതാവേ, അങ്ങ് എന്താണ് ഈ കാഴ്ച കണ്ട് കരയുന്നത്? ചുറ്റും നിൽക്കുന്നവരെല്ലാം ആർത്തു വിളിക്കുകയാണല്ലോ. ഇങ്ങനൊരു ഭീകരനെ പിടിക്കാൻ സാധിച്ചതിനെ ഓർത്ത്, ജയിലിലടയ്ക്കാൻ സാധിച്ചതിനെ ഓർത്ത്, ശിക്ഷിക്കാൻ സാധിക്കുന്നതിനെ ഓർത്ത് എല്ലാവരും ആർപ്പ് വിളിക്കുമ്പോൾ അങ്ങ് എന്താണ് തേങ്ങിക്കരയുന്നത്? അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, ഈ മനുഷ്യൻ ജനിക്കുകയോ വളരുകയോ ചെയ്ത സാഹചര്യത്തിൽ ഞാൻ ജനിച്ചിരുന്നെങ്കിൽ, ഞാൻ വളർന്നിരുന്നെങ്കിൽ, ഞാൻ ഒരിക്കലും ഇതുപോലെ പുണ്യ അനുഭവത്തിലായിരിക്കില്ലായിരുന്നു. ഞാനും അവനെപ്പോലെ ആയനെ. ഞാൻ ജനിക്കുകയോ വളരുകയോ ചെയ്തൊരു സാഹചര്യത്തിൽ അവൻ ജനിച്ചിരുന്നെങ്കിൽ അവനൊരിക്കലും ഇങ്ങനെ ആകുമായിരുന്നില്ല. അതുകൊണ്ട് അവൻ ഇങ്ങനെ ആയതിൻ്റെ ഉത്തരവാദിത്വം അവനെ ഏൽപ്പിക്കുന്നത് ശരിയല്ല.
എന്നിൽ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് ഞാൻ സമ്പാദിച്ചെടുത്തതല്ല, എൻ്റെ ദൈവം എനിക്ക് സൗജന്യമായി തന്നു. അതിൻ്റെ സാഹചര്യങ്ങളുണ്ടായി. എൻ്റെ കുടുംബാന്തരീക്ഷം അതുപോലെയായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വളർന്നു വന്ന സാഹചര്യം അതുപോലെയായിരുന്നു. ദൈവം സവിശേഷമായിട്ട് എന്നിൽ ഇടപെട്ടത് അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് എനിക്കിത് സാധിച്ചതെന്ന്. അതുകൊണ്ടാണ് പൗലോസ്ലീഹായും പറയുന്നത്, പാപികളിൽ ഞാൻ ഒന്നാമനാണ്. എന്താ കാരണം? ദൈവം നൽകിയതല്ലാതെ നന്മയായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവം നൽകിയതാണ്. ദൈവം നൽകാത്തതായിട്ട് നന്മയായിട്ടൊന്നുമില്ല. തിന്മയെല്ലാം ദൈവത്തിൻ്റെ ദാനം സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ സമ്പാദിച്ചതാണ്. നന്മയെല്ലാം സുഹൃതമെല്ലാം ദൈവം നൽകിയതാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, പാപിയെക്കുറിച്ച് ആരാണ് പാപി എന്ന് ചോദിച്ചാൽ പാപം ചെയ്യാൻ കഴിവുള്ളവനാണ് പാപി. ആരാണ് വിശുദ്ധനെന്ന് ചോദിച്ചാൽ പാപം ചെയ്യാൻ കഴിവില്ലാത്തവനാണ് വിശുദ്ധൻ. യോഹന്നാൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു, അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ലെന്നാണ്. അപ്പം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നത് കൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. അപ്പം ദൈവം തരുന്ന ഈ നിത്യജീവൻ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്കൊരിക്കലും പാപം ചെയ്യാൻ സാധ്യമല്ല. 1 യോഹന്നാൻ 3-ാം അധ്യായം 8-ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്, എന്തെന്നാൽ പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുവനും പാപം ചെയ്യുന്നില്ല, കാരണം ദൈവചൈതന്യം അവനിൽ വസിക്കുന്നു. അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ല. ദൈവകൃപ നിറഞ്ഞ ഒരു വ്യക്തി പാപം ചെയ്യാനുള്ള കഴിവ് നഷ്ടപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി പാപത്തിന് മുമ്പിൽ മരിച്ച വ്യക്തിയാണ്. ആ വ്യക്തിയുടെ നാവിൻ്റെ മുമ്പിൽ ഒരു കള്ളം വിരിയുകയില്ല. ആ വ്യക്തിയുടെ കരങ്ങൾ ആരെയും ഉപദ്രവിക്കാൻ ഉയരുകയില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവപ്രമാണങ്ങൾക്കും കൽപ്പനകൾക്കും എതിരായിട്ടൊന്നും സംഭവിക്കില്ല. പുണ്യം ചെയ്യാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ. പാപം ചെയ്യാതെ പിടിച്ചിരുന്നാൽ പോലും പുണ്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഒത്തിരി പേര് ഒരുപക്ഷെ പാപം ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരിക്കാം, എങ്കിലും പാപം ചെയ്യാനുള്ള കഴിവ് അവർക്കുണ്ട്. ഈ പാപം ചെയ്യാനുള്ള കഴിവുമായിട്ട് നടക്കുന്നവർ ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനുകൂലമായ അവസരം ഉണ്ടായാൽ ചെയ്തു പോകുന്നവരാണ്. അപ്പം അതുകൊണ്ട് ആരാണ് പാപി? പാപി എന്നാൽ പാപം ചെയ്യാനുള്ള കഴിവുള്ളവരാണ്, ഉപദ്രവിക്കാനുള്ള കഴിവുള്ളവർ, അവിഹിത വേഴ്ച നടത്താനുള്ള കഴിവുള്ളവർ, നുണ പറയാനുള്ള കഴിവുള്ളവർ. പക്ഷെ കഴിവുള്ളവരെല്ലാവരും ചെയ്യണമെന്നില്ല. എല്ലാ വ്യഭിചാരികളും വ്യഭിചാരം ചെയ്യണമെന്നില്ല. എല്ലാ മോഷ്ടാക്കളും മോഷ്ടിക്കണമെന്നില്ല. പക്ഷേ നമ്മളൊരു കാര്യം ഓർക്കുക, മോഷ്ടിച്ചാലും ഇല്ലെങ്കിലും പാപി തന്നെയാണ്, അല്ലെങ്കിൽ മോഷ്ടാവ് തന്നെയാണ്. ഒരു വ്യക്തി മോഷ്ടിക്കുന്നുകൊണ്ടല്ല മോഷ്ടാവാകുന്നത്, മോഷ്ടാവായിരിക്കുന്നതുകൊണ്ടാണ് മോഷ്ടിക്കുന്നത്. ഒരു വ്യക്തി വ്യഭിചാരം ചെയ്യുന്നതുകൊണ്ടല്ല വ്യഭിചാരിയാകുന്നത്, വ്യഭിചാരി ആയിരിക്കുന്നതുകൊണ്ടാണ് വ്യഭിചാരം ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, ചെയ്യാതിരുന്നാൽ പോലും ഈശോ പറഞ്ഞില്ലേ, മോശമായ ഉദ്ദേശത്തോടു കൂടി നീ നോക്കുമ്പോൾ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ പ്രവൃത്തി നടന്നു കഴിഞ്ഞിരിക്കുന്നു. ദൈവകൃപയില്ലാത്തൊരു വ്യക്തിയുടെ അനുഭവമാണത്, അടയാളമാണത്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം, നാം ഇപ്പോൾ നിത്യജീവൻ അനുഭവിക്കുന്ന ഒരാളാണോ, അതോ ഞാനിപ്പോഴും വളരെ നല്ല പരിശീലനം നേടി, നമുക്കറിയാം പട്ടിയെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ സർക്കസ് കൂടാരത്തിലെ പട്ടികളും പുലിയും കടുവയും ഒക്കെ നന്നായിട്ട് പരിശീലനത്തിനനുസരിച്ച് അവർ ചാടുകയും മറിയുകയും സൈക്കിളിൽ കയറുകയും ഒക്കെ ചെയ്യും. അതുപോലെ പരിശീലനം കിട്ടിയെന്നൊരു കാരണത്താൽ നമ്മളാരും നല്ലവരാണെന്ന് കരുതരുത്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുണ്ടോ, വിശുദ്ധിയുണ്ടോ? ഉള്ളിൻ്റെ ഉള്ളിൽ നന്മയുണ്ടെങ്കിൽ, കൃപയുണ്ടെങ്കിൽ, വിശുദ്ധിയുണ്ടെങ്കിൽ ആ വിശുദ്ധി നമുക്ക് ഏറ്റവും വലിയ ആനന്ദം പ്രദാനം ചെയ്യും, ഏറ്റവും വലിയ സുഖം പ്രദാനം ചെയ്യും. ഒരു മനുഷ്യനോട് ഏറ്റവും അധികം ആനന്ദിക്കുന്നത് ദൈവകൃപ നിറയുമ്പോഴാണ്, പരിശുദ്ധാത്മാവിൽ നിറയുമ്പോഴാണ് ഒരു വ്യക്തി ആനന്ദിക്കുന്നത്, സുഖിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ സൃഷ്ടിച്ചതിന് വേണ്ടിയാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചത് സുഖിക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും അന്വേഷിക്കുന്ന എന്താണ്? സുഖമാണ്. ഈ സുഖം നമ്മൾ വിചാരിക്കുന്ന, അല്ലെങ്കിൽ ഓരോരുത്തരും വിചാരിക്കുന്നത് മദ്യം കഴിക്കുമ്പോഴാണ് സുഖം, അല്ലെങ്കിൽ കുറച്ച് പണം കൂടുതൽ കൂട്ടി വെക്കുമ്പോഴാണ് സുഖം, അല്ലെങ്കിൽ ആരോഗ്യം നന്നായിട്ട് നിലനിർത്തുകയും സൗന്ദര്യം നിലനിർത്തുകയും ചെയ്യുമ്പോഴാണ് സുഖം. ഒത്തിരി കാര്യങ്ങളിലാണ് സുഖം നമ്മൾ തേടുന്നത്. യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ നിറയുമ്പോഴാണ് യഥാർത്ഥമായ സുഖം എന്തെന്നറിയുന്നത്. ആരാണ് എച്ചിൽ പിറക്കാൻ പോകുന്നത്? ഏത് വീട്ടിലെ കുഞ്ഞുങ്ങളാണ് എച്ചിൽ പിറക്കാൻ പോകുന്നത്?
നല്ല ആഹാരം കിട്ടാത്ത വീട്ടിലെ കുഞ്ഞുങ്ങളാണ് എച്ചിൽ പെറുക്കാൻ പോകുന്നത്. റെയിൽവേയിൽ സഞ്ചരിക്കുമ്പോൾ കാണാം ദയനീയമായ കാഴ്ച, എച്ചിൽ പെറുക്കുന്നവരെ. ഭക്ഷണം കഴിച്ച് വലിച്ചെറിയുന്ന എച്ചിൽ അവർ തുറന്നു നോക്കും, എച്ചിൽ കൂമ്പാരം തുറന്നു നോക്കും, വല്ലതുണ്ടോ, അവരെടുത്ത് തിന്നും. നല്ല വീട്ടിലെ പിള്ളേർ, ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കുവാൻ സുലഭമായുള്ള വീട്ടിലെ കുഞ്ഞുങ്ങൾ ഒരിക്കലും എച്ചിൽ പെറുക്കാൻ പോകില്ല. ഇതുപോലെ ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തി, വിശുദ്ധിയിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തി അശുദ്ധിയുടെ സുഖം തേടി പോവുകയില്ല. ഇന്നിപ്പോൾ അശുദ്ധി എന്ന് പറഞ്ഞാൽ ഇതിലെ വേണേലും വരാവുന്ന പോലെയാണ്. ചുറ്റുപാടുകളിൽ ഇൻ്റർനെറ്റിലൂടെയും അതുപോലെയുള്ള ആധുനികമായ സംവിധാനങ്ങളിലൂടെയൊക്കെ അശുദ്ധി വന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പം വേണമെങ്കിലും മനുഷ്യനെ ഇടിച്ചു തകർക്കുന്നത് കാണാൻ അങ്ങനെയുള്ള സ്പോർട്സുകളൊക്കെ ഉണ്ട്. ചിലരുണ്ട് മനുഷ്യനെ ഇടിച്ച് വീഴിക്കുന്നതും ചോര തെറിപ്പിക്കുന്നതും കണ്ട് ആനന്ദിക്കുന്നവരുണ്ട്. അതുപോലെ അവിഹിതമായി പ്രവൃത്തി ചെയ്യുന്നത് കണ്ടിരുന്ന് ആനന്ദിക്കുന്നവരും. അവരൊക്കെ എന്താണ് സൂചിപ്പിക്കുന്നത്? അവരൊന്നും ദൈവത്തിൽ ആനന്ദിക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിൽ സന്തോഷിക്കുന്നവരല്ല. അവരൊക്കെ എച്ചിൽ പെറുക്കി നടക്കുന്നവരാണ്. അവരെ നോക്കിക്കൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഈ വെള്ളം കുടിക്കുന്നവൻ വീണ്ടും ദാഹിക്കും, ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല, നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയായിട്ടത് തരും. പരിശുദ്ധാത്മാവിലൂടെ ചൊരിയപ്പെടുന്ന ദൈവത്തിൻ്റെ ചൈതന്യം നമ്മളിൽ നിറയുമ്പോൾ, കൃപാവരം നമ്മളിൽ നിറയുമ്പോൾ നമ്മൾ ആനന്ദിക്കുകയാണ്. ഒന്നുമില്ലാതെ വെറുതെ ഇരുന്ന് ആനന്ദിക്കാൻ പറ്റും നമുക്ക്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ആനന്ദിക്കാൻ വേണ്ടിയാണ്. ഈശോ ആത്മാവിൽ ആനന്ദിച്ചു എന്ന് നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞൊന്ന് ഓർക്കുക, ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്നെ പാപത്തിൻ്റെ പുറകെ പോകാൻ പറ്റില്ല. ദൈവത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിക്ക് പാപം എന്ന് പറയുന്നത്, പാപത്തിൻ്റെ സുഖം മ്ലേച്ഛമായിട്ട് തോന്നും, അറച്ചു മാറിപ്പോവും. ഞാനൊരു സഹോദരനെ ഓർക്കുന്നു, 22 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു കൺവെൻഷനിൽ ഒഴിഞ്ഞൊരു മൂലയിൽ അകന്നു മാറിയിരുന്നൊരു സഹോദരനാണ്. എന്തുകൊണ്ടാണ് അകന്നു മാറിയിരുന്നതെന്ന് ചോദിച്ചാൽ, ശരീരം മുഴുവനും വ്രണമായിരുന്നു. അങ്ങനെ വ്രണവുമായിട്ട്, നാറുന്ന ശരീരവുമായിട്ട് അദ്ദേഹം ഇരിക്കുന്നത് അടുത്തിരിക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ മൂക്ക് കുത്തിക്കൊണ്ട് മാറിപ്പോകുമായിരുന്നു. വർഷങ്ങളായിട്ട് ത്വക്ക് രോഗം പിടിച്ച് മനുഷ്യവട്ടത്തടുക്കാൻ പറ്റാതെ ദുഃഖിച്ചും നിരാശപ്പെട്ടും അങ്ങനെ കഴിഞ്ഞുകൂടിയ ഒരു വ്യക്തി. ആ വ്യക്തി പലപ്പോഴും ഞാൻ പതിവായിട്ട് പോകുന്ന ഒരു വഴിയിൽ എനിക്കെതിരെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഒന്ന് ശ്രദ്ധിക്കാൻ, ഒന്ന് പുഞ്ചിരിക്കാൻ ഞാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ ക്രൂരമായ മുഖഭാവത്തോടു കൂടി ആ വ്യക്തി മുഖം വെട്ടിച്ച് കടന്നു കളയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് മിണ്ടാൻ ധൈര്യപ്പെട്ടിട്ടില്ല. ആ വ്യക്ി ഇതുപോലൊരു കൺവെൻഷനിൽ വന്നിരുന്ന് വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ദൈവമേ, കർത്താവേ, നീ സൗജന്യമായിട്ട് തരുന്ന ഈ നിത്യജീവൻ എനിക്ക് വേണം. ഞാനതുകൊണ്ട് എൻ്റെ പാപ വഴികളെല്ലാം ഉപേക്ഷിക്കുകയാണ്. എനിക്ക് അങ്ങ് തരുന്ന ഈ നിത്യജീവൻ മാത്രം മതി എന്ന് പറഞ്ഞ് എല്ലാം ഉപേക്ഷിക്കാനുള്ള പ്രാർത്ഥനയൊക്കെ ചൊല്ലി, എനിക്ക് വിശുദ്ധി വേണം, വിശുദ്ധീകരിക്കപ്പെടണമെന്ന് ആഗ്രഹിച്ച് ആ വ്യക്തി നിൽക്കുകയാണ്. തിരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്തൊക്കെയോ അനുഭവം ഉണ്ടായി, തന്നിൽ എന്തൊക്കെയോ മാറ്റങ്ങളുണ്ടായിരിക്കുന്നു. സന്തോഷത്തിൻ്റെ ആരംഭം ഉണ്ടായിരിക്കുന്നു. സന്തോഷം നുരഞ്ഞു പൊന്തി വരുന്നതൊക്കെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. പോയ വഴിക്ക് അദ്ദേഹം ഒരു കാര്യം ഓർത്തു, ഞാൻ ഏതായാലും വില കൊടുത്ത് മേടിച്ച ഏതാനും കഞ്ചാവ് വീടുകൾ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് അത് വില കൊടുത്ത് മേടിച്ചാലേ അത് കളയുന്നത് ശരിയല്ലല്ലോ. അദ്ദേഹം ആ കഞ്ചാവ് വീടി, ദിവസം 80 കഞ്ചാവ് വീടി വലിക്കുന്ന ഒരാളായിരുന്നു. അത്ര ആജാനുബാഹുവായ, അത്ര ആരോഗ്യമുള്ള ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ കഞ്ചാവ് വീടി കത്തിച്ച് വലിച്ചപ്പോൾ അഴുക്ക് ചൊവ വായിൽ അനുഭവപ്പെട്ടു. ചപ്പ് കത്തിച്ച് വലിക്കുന്നത് പോലെ അഴുക്ക് തോന്നി, തുപ്പിക്കളഞ്ഞു. പോകുന്ന വഴിക്ക് ഒരു ഷാപ്പിൽ ഏതാനും ലിറ്റർ കള്ള് വെച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. വാക്ക് പാലിക്കണമല്ലോ എന്ന് വിചാരിച്ച് അവസാനത്തെ കുടിയാകട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം ഷാപ്പിൽ കയറി കള്ള് കുടിക്കാനായിട്ട് പയ്യെ. അദ്ദേഹം ഗ്ലാസ്സിലൊന്നും അളന്നൊഴിച്ചൊന്നുമല്ല കുടിക്കുന്നത്, ഈ വലിയ പാത്രം എടുത്ത് ഇങ്ങനെയാണ് കുടിക്കുന്നത്. അദ്ദേഹം കുടിച്ചപ്പോൾ വലിയ അഴുക്ക് ചൊവ അനുഭവപ്പെട്ടു. ഇത്രയും വൃത്തികെട്ടൊരു ചൊവ അതുവരെ അദ്ദേഹം അനുഭവിച്ചിട്ടില്ല. ആ സഹോദരൻ അത് ഉപേക്ഷിച്ചിട്ട് നടന്നുപോയി. ഇന്നിപ്പോൾ 22 വർഷങ്ങളായിരിക്കുന്നു. ഇന്നും ആ കൃപയിൽ നിൽക്കുവാൻ കർത്താവ് അദ്ദേഹത്തെ അനുവദിച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ വ്യക്തി ഇവിടെ ഇരിപ്പുണ്ട്. ആ വ്യക്തി ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ അത്യാവശ്യം രാത്രിയാണെങ്കിലും ഒന്ന് കാണാൻ പറ്റും. തൊടുപുഴക്കാരനായ ആന്റണി എന്ന് വിളിക്കുന്ന ആ സഹോദരൻ. എല്ലാവരും ഒന്ന് കൈയടിച്ചേ. ദൈവം ചെയ്ത മഹത്തായൊരു പ്രവൃത്തി. എത്ര ശ്രമിച്ചാലും ഒരു വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യം. ദുർമോഹങ്ങളുടെയും ആസക്തികളുടെയും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലഹരിയുടെയും പിടിയിൽ നിന്ന് ദൈവം ഒരു വ്യക്തിയെ മോചിപ്പിക്കുമ്പോൾ ആ വ്യക്തി മോചിതനായിത്തീരുന്നു. ദൈവം ഒരു വ്യക്തിക്ക് സൗജന്യമായി തൻ്റെ കൃപ കൊടുക്കുമ്പോൾ, പരിശുദ്ധാത്മാവിനെ നൽകുമ്പോൾ ആ വ്യക്തി പാപമോചനം സ്വീകരിക്കുന്നു.
ഇന്ന് ഈ സഹോദരൻ്റെ ഏക ലക്ഷ്യം ദൈവരാജ്യം വിസ്തൃതമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. വചനോത്സവം ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ, ഞാൻ വചനോത്സവത്തിൻ്റെ ഫൗണ്ടർ എഡിറ്ററായിട്ട് 6-7 വർഷം ഉണ്ടായിരുന്നു. അന്നും പിന്നീടും എനിക്ക് തോന്നുന്നു ഒരു കാലത്ത് ഏറ്റവും കൂടുതൽ വചനോത്സവം പ്രചരിപ്പിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രിയമുള്ളവരെ, ദൈവം ഒരു വ്യക്തിയെ വിശുദ്ധീകരിച്ച് വേർതിരിച്ച് സ്വന്തമാക്കി കഴിയുമ്പോൾ പിന്നെ ആ വ്യക്തിക്ക് ലക്ഷ്യം തെറ്റി സഞ്ചരിക്കാൻ പറ്റില്ല. ആ വ്യക്തിക്ക് ദൈവത്തിൻ്റെ കൂടെ നിന്ന് ഈ സുഖം നഷ്ടപ്പെടുത്താതെ കാത്തു സൂക്ഷിക്കാനേ പറ്റുള്ളൂ. കാരണം നിത്യതയാണ് നഷ്ടപ്പെടുന്നത്. ഒരു നിസ്സാരമായ പാപത്തിൻ്റെ സുഖത്തിന് വേണ്ടി നിത്യതയുടെ സുഖം കളയാൻ, നിത്യജീവൻ കളയാൻ, നരകത്തിന് യോഗ്യനായി തീരാൻ ആരാണ് ശ്രമിക്കുക? ഒരിക്കലും ഇത് അറിഞ്ഞവർക്ക് പറ്റിയല്ല, അറിയാത്തവർക്ക് ഒരു കൂസലുമില്ല. എത്ര പാപം വേണേലും ചെയ്യും. എന്നിട്ട് കുമ്പസാരിക്കുന്നപ്പോഴായിരിക്കും. കുമ്പസാരിക്കുന്നത് ക്രിസ്മസിൻ്റെ തലേദിവസം, അത് കഴിഞ്ഞാൽ ഈസ്റ്ററിൻ്റെ തലേദിവസം, പിന്നെയും ക്രിസ്മസിൻ്റെ തലേദിവസം. ഈ പാപമെല്ലാം അടുക്കി കെട്ടി വെക്കുന്നതിന് ഒരു വിഷമമില്ല. കാരണം ആ വ്യക്തി ഒരിക്കലും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ ചൈതന്യം കൊണ്ട് നിറയുന്നതിൻ്റെ സുഖം അനുഭവിച്ചിട്ടില്ല. അതാണ് നമുക്കതുകൊണ്ട് ഈ രാത്രിയിൽ എന്നെ ശ്രവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പാപം ചെയ്യാനുള്ള കഴിവ് നിങ്ങളിൽ ഇപ്പോഴും ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, നിങ്ങളിപ്പോഴും പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. ചെയ്യുന്നില്ലായിരിക്കാം. ഞാൻ ഓർക്കുകയാണ്, ഇപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെളിപ്പെടുത്തൽ പോലെ, എന്താണെന്ന് എനിക്കറിഞ്ഞൂടെങ്കിലും ഞാനത് പറയുകയാണ്. ഒരു വ്യക്തി നടന്നു പോവുകയായിരുന്നു. നടന്നു പോകുമ്പോൾ ഒരു ലോട്ടറി ടിക്കറ്റ് ആരുടെ കയ്യിൽ നിന്ന് പൊഴിഞ്ഞു പോയൊരു ലോട്ടറി ടിക്കറ്റ് അവിടെ കിടക്കുന്നു. അദ്ദേഹം അത് എടുത്തു നോക്കി. ആ ദിവസം റിസൾട്ട് വരുന്ന ഒരു ലോട്ടറിയാണ്. അത് പത്രം എടുത്ത് നോക്കി, ഇതിനിതാ 1 കോടി അടിച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്? ഇതെൻ്റെതാണെന്നും പറഞ്ഞാൽ എടുക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു ലോട്ടറി ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, കൃത്യമായ അടയാളം പറഞ്ഞ് നമ്പർ പറഞ്ഞ് സമീപിച്ചാൽ കൊടുക്കുന്നതാണ് എന്ന് ആ വ്യക്തി പറയും. പാപം ചെയ്യാൻ കഴിവുള്ള, നുണ പറയാൻ കഴിവുള്ളവരാണ് എന്ത് പറയും? ദൈവമേ, ഈ തകർച്ചയുടെ നടുവിൽ നീ എനിക്ക് ഇങ്ങനൊരു ഭാഗ്യം വഴി കൊണ്ടിട്ട് തന്നല്ലോ എന്ന് പറഞ്ഞ് അതെടുത്ത് കൊണ്ടുപോകും. തൻ്റെതല്ലാത്ത ഒന്ന് ഒരിക്കലും എടുക്കാൻ സാധിച്ചു. ഒരിക്കലും കൃപയിൽ നിൽക്കുന്ന ഒരാൾക്ക് സാധ്യമല്ല. അവിശ്വസ്തതയുടെ ഒരു കണിക പോലും ചെയ്യാൻ സാധ്യമല്ല. അഥവാ ഒരു ബലഹീനതയിൽ എന്തെങ്കിലും ചെയ്താൽ ആ വ്യക്തിക്ക് താങ്ങാൻ പറ്റില്ല സഹോദരങ്ങളെ. ആ വ്യക്തി ഏറ്റവും വേഗം ഓടിച്ചെന്ന് അത് ഏറ്റുപറഞ്ഞ് അതിൽ നിന്ന് വിടുതൽ നേടും. അങ്ങനെ വീണ്ടും ആ പഴയ ആ സുഖം തിരിച്ചെടുക്കും. ആ നിത്യജീവൻ്റെ അനശ്വരമായ അപ്പം ആ വ്യക്തി വീണ്ടും സ്വീകരിച്ച് നിത്യതയുടെ അനുഭവത്തിലേക്ക് തിരിച്ചു വരും. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ നിത്യതയുടെ അനുഭവത്തിലേക്ക് തിരിച്ചു വരും. നമുക്കതുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് ഒരു നിമിഷമെങ്കിലും ഈ രാത്രിയിൽ ഈ പറഞ്ഞതിലെ സത്യമെന്ന് ധ്യാന വിഷയമാക്കാം. 1 മിനിറ്റ് സൈലൻസ്. ഓരോരുത്തരും ഹൃദയത്തിലേക്ക് ഒന്ന് നോക്കുക. പാപം ചെയ്യാനുള്ള കഴിവ് ഇപ്പോഴും എന്നിൽ ശേഷിക്കുന്നുണ്ടോ? നുണ പറയാനുള്ള കഴിവ് എന്നിൽ ശേഷിക്കുന്നുണ്ടോ? വെറുക്കാനുള്ള കഴിവ് എന്നിൽ ശേഷിക്കുന്നുണ്ടോ? അശുദ്ധവും അവഹിതവുമായത് കാണാനും ചെയ്യാനുമുള്ള കഴിവ് എന്നിൽ ശേഷിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നീ ഇപ്പോഴും നിത്യനാശത്തിലാണ് ഇരിക്കുന്നത്. ദൈവം തന്ന കൃപ ഇനിയും നീ ഏറ്റുവാങ്ങിയിട്ടില്ല. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. ഞാൻ ചൊല്ലിത്തരുന്ന ഒരു പ്രാർത്ഥന ഏറ്റില്ല. ഒരു പ്രാർത്ഥന ഏറ്റു ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഏറ്റു ചെല്ലുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഐക്യപ്പെടുന്നു. ഒരേ കാര്യത്തിന് വേണ്ടി എൻ്റെ നാമത്തിൽ 2-3 പേര് യോജിച്ച് ചോദിക്കുന്ന ഏത് കാര്യവും ഞാൻ സാധിച്ചു തരും. അങ്ങനെയാണ് ഇത്രയേറെ ആളുകൾ, 100 കണക്കിന് ആളുകളോട് ഒന്നിച്ച് നിൽക്കുമ്പോൾ യോജിച്ചൊരു ചോദ്യം ചോദിച്ചാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാകാൻ തരാതിരിക്കോ? തീർച്ചയായിട്ടും തരാതിരിക്കില്ല. നമുക്ക് ചോദിക്കാം. കർത്താവായ യേശുവേ, എൻ്റെ ദൈവമായ യേശുവേ, വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവേ, കർത്താവായ ഈശോയേ, എൻ്റെ രക്ഷകനായ ഈശോയേ, എൻ്റെ നിത്യജീവനായ ഈശോയേ, പാപബന്ധനങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ. ദുർമോഹങ്ങളിൽ നിന്നും, ആസക്തികളിൽ നിന്നും, അശുദ്ധിയിൽ നിന്നും എന്നെ വിടുവിക്കണമേ. അങ്ങേ തിരുരക്തം കൊണ്ട് എന്നെ കഴുകണമേ. എൻ്റെ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് വർഷിക്കണമേ. പരിശുദ്ധാത്മാവേ, യേശുവിൻ്റെ ആത്മാവേ, പിതാവിൻ്റെ ആത്മാവേ, ദൈവാത്മാവേ, എന്നിലേക്ക്, എൻ്റെ കൂടെയുള്ളവരിലേക്ക് എഴുന്നള്ളി വരണമേ.
അഭിഷേകമായി എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം.